ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചപ്പാത്തിയും കുറുമക്കറി കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഉച്ചത്തെ ഫുഡൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യത്തിൽ ലോങ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊന്ന് പുറത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. കുറച്ച് മെഡിസിൻസും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്ന് ഭയങ്കര ഒരു ഷോപ്പിംഗാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് പോകുമ്പോൾ വീഡിയോസും കാര്യങ്ങളും എടുക്കണമെന്ന്. പിന്നെ അനിയൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരാൾ വീഡിയോ എടുത്ത് തരാനുണ്ടല്ലോ. അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ പുറത്ത് പോകണം, വീഡിയോസ് എടുക്കണം, ലോങ് വീഡിയോ എനിക്കൊരെണ്ണം പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തയ്യാറായിട്ടിരുന്നായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ നമുക്ക് രാവിലെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ ഒരു സൈഡ് ഭാഗം ഇങ്ങനെയാണ്, തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൻ്റെ ഒരു സൈഡാണ് ഇത്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ പൂരമൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ല സെറ്റാക്കിയിട്ടാണ് ഇടാറുണ്ടായിരുന്നത്. പൂരം അതുപോലെ തന്നെ നവരാത്രിക്ക് ഈ ഒരു ഭാഗത്താട്ടോ നമ്മുടെ സ്റ്റേജൊക്കെ കെട്ടിയിട്ട് നമ്മുടെ പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് നമ്മൾ നവരാത്രിക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള അമ്പലമാണ്, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിലേക്കൊക്കെ കേൾക്കാനായിട്ട് നമുക്ക് പറ്റും. ഈ ഒരു റൂട്ട് വന്നിട്ട് കുറച്ചധികം കാലമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നടന്നിട്ട്. നമ്മൾ വണ്ടിയിലൊക്കെ എപ്പോഴേലൊക്കെ പോവും, അല്ലാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ തൊട്ടടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളങ്ങനെ ഇറങ്ങാറില്ല. പിന്നെ കല്യാണത്തിന് മുന്നേ ഞാൻ സ്ഥിരമായിട്ട് വന്നിരുന്ന ഒരു അമ്പലമാണ്. പിന്നെ അതിന് ശേഷം അങ്ങനെ വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ അമ്പലം പുതുക്കി പണിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഭാഗ്യം ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവില്ലേ, കാരണം നമുക്കങ്ങനെ കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ. അപ്പോൾ നമുക്കങ്ങനെ കയറാൻ പറ്റില്ല. പുറത്ത് നിന്ന് നന്നായിട്ട് തൊഴാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബേക്കറിയിലേക്ക് വന്നു കേട്ടോ. നമ്മുടെ വന്ന കാര്യങ്ങളിൽ പകുതി നടന്നില്ല കേട്ടോ. മെഡിസിൻസ് കുറച്ചൊന്നും കിട്ടിയില്ല. അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ ഒരു അവിൽ മിൽക്ക് കുടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല, അതോട്ടോ വീഡിയോസ് എടുക്കാൻ പറ്റിയത്. ഒരു പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിൽ മിൽക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഈ വോയിസ് കൊടുക്കുമ്പോഴേ നല്ല ചെവിയിടുന്ന സൗണ്ട് ഉണ്ട്. ഏകദേശം ഒരു 7 മണിയുടെ അടുത്തായിട്ടുണ്ട് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അതാണ് ഈ ചെവിയിടിൻ്റെ സൗണ്ടും അങ്ങനത്തെ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അവിൽ മിൽക്ക് കിട്ടി. സാധാ ഒരു അവിൽ മിൽക്ക് എനിക്ക് എന്താ പറയുക, തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ഷെയ്ക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. അനിയന് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവന് ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ഈ അവിൽ മിൽക്ക് എന്ന് പറഞ്ഞ സാധനം. അത് നല്ല എന്താ പറയുക, ടേസ്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അവന് ഭയങ്കര ദേഷ്യം കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് പറയുകയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഞാൻ പറയുകയാണ് എനിക്കിത് ഷെയ്ക്കായിട്ടാണ് തോന്നിയതിടാ. അങ്ങനെ എനിക്ക് ഷെയ്ക്കായിട്ടാണ് തോന്നിയത്, ഷെയ്ക്കിൻ്റെ ടേസ്റ്റായിട്ടാണ് തോന്നിയത്. അവിൽ മിൽക്ക് എന്ന് പറയുന്നത് അവിൽ മിൽക്കിലിടുന്ന എന്താ പറയുക, ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഞങ്ങളുടെ ഇവിടെയൊക്കെ അവിൽ മിൽക്കിലിടുക, ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന സ്പോട്ടിൽ ഞങ്ങൾ അവിൽ മിൽക്ക് എന്ന് പറയുന്നത് 50 രൂപയുള്ളൂ. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നട്ട്സ് ഉണ്ടാവും, ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലെക്സ് ഒക്കെ ഉണ്ടാവും. അടിപൊളി സ്റ്റൈലിലാണ് അവർ തരുന്നത്. നമുക്കത് കഴിച്ച് പിന്നെ വേറെ കിട്ടുമ്പോൾ നമുക്കത് പറ്റില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ടേസ്റ്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ വേറെ പറ്റില്ലല്ലോ. അതെല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ റോളൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ച് പിന്നെ നമ്മൾ വെജിറ്റബിൾ ഷോപ്പിലേക്ക് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെജിറ്റബിൾസ് വാങ്ങാനുണ്ടായിരുന്നു, ഫ്രൂട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു. അത്യാവശ്യം ഷോപ്പിങ്ങൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓട്ടോയ്ക്കായിട്ടോ തിരിച്ച് വന്ന്. പോകുമ്പോൾ നമ്മൾ നടന്നിട്ടാണ് പോയത്, പക്ഷേ വരുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് വന്നത്. പോകുമ്പോൾ നമ്മൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോയി. തിരിച്ച് വരുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടും പിന്നെ വയറൊക്കെ നിറഞ്ഞത് കൊണ്ടും നമുക്ക് നടക്കാനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകണേ. അപ്പം നമ്മൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ കഴിച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോസിൽ വരാം കേട്ടോ. ടാറ്റാ.